Hi friends, welcome to Dhiya's World. ഇന്നത്തെ റെസിപ്പി പോപ്കോൺ ആണ്. മൂന്ന് രീതികളിൽ എങ്ങനെയാണ് അടിപൊളിയായിട്ട് പോപ്കോൺ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കാരമലൈസ്ഡ് പോപ്കോൺ, ബട്ടർ സോൾട്ടഡ് പോപ്കോണും മസാല പോപ്കോണും. ഇത് മൂന്ന് രീതിയും വളരെ ടേസ്റ്റിയാണ്, അതേസമയം എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഈ പോപ്കോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ തിക്ക് ബോട്ടംഡ് പാൻ വേണം എടുക്കാൻ. നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കുക്കറാണ്. കുക്കറിനകത്ത് നമ്മൾ ചെയ്യുമ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം കുക്കറിനകത്ത് ഞാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട്. നോർമൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി. 1.5 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ നോർമൽ കോൺ എടുക്കുക. കടയിൽ കിട്ടുന്ന പോപ്കോണായിട്ട് തന്നെ കടയിൽ കിട്ടും. അങ്ങനെ കോൺസ് മേടിച്ചിട്ട് ഇതിനകത്തിട്ട് നല്ലോണം ഒന്ന് സോട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ് മതി. നല്ലോണം സോട്ടേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ സോൾട്ട് ആഡ് ചെയ്യാം. ഞാൻ വേറെ രീതികളിലും പോപ്കോൺ ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഇവിടെ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബട്ടർ സോൾട്ടഡ് പോപ്കോൺ ആണെങ്കിൽ ഇപ്പം തന്നെ സോൾട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇത് സ്പ്രെഡ് ചെയ്ത് വയ്ക്കണം. ഒരു ലെയറെങ്കിലും എണ്ണ മുകളിലോട്ട് ഇരിക്കണം, എന്നാലേ എല്ലാ കോൺസും പൊട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിലതെല്ലാം വന്ന് അങ്ങനെ കോൺ പോലെ തന്നെ ഇരിക്കും. ഇത് നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറൊന്ന് അടച്ചു വയ്ക്കുക. കുക്കർ അടയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് വാഷറും ഇടുന്നില്ല, വിസിലും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോപ്കോൺ റെഡിയാവും. ഇതിപ്പോൾ അടച്ചു വയ്ക്കുമ്പോൾ നല്ല പൊട്ടുന്ന സൗണ്ടും നല്ല മണവും, പോപ്കോണിൻ്റെ നല്ല മണം വരുന്നുണ്ട്. 2 മിനിറ്റ് ആയി കഴിഞ്ഞു, എല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതിനെ തുറക്കാൻ പോവുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പോളിൽ ഞാൻ പോപ്കോൺ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഒരു കുക്കർ ഫുള്ളായിട്ട് നമുക്ക് പോപ്കോൺ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കാരമലൈസ്ഡ് പോപ്കോൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്ത് 1 കപ്പോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോപ്കോൺ അനുസരിച്ച് 1/3 ഭാഗം ഷുഗർ ആഡ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗറിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 ടീസ്പൂണോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ആഡ് ചെയ്ത ഷുഗർ എല്ലാം ഇപ്പം നല്ലോണം ഡിസോൾവ് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സോഡ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണാണ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യുന്നത്. ഇതിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുമ്പം കാരമലൈസ് ആയി നല്ലോണം വരും. ആ സമയം ഉടനെ തന്നെ നമ്മൾ ഈ പോപ്കോൺസ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വൈകാൻ പാടില്ല. ഇത് നല്ലോണം ഇളക്കിയതിന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് പോപ്കോൺസ് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വലിയ പാനാണെങ്കിൽ പെട്ടെന്നൊന്ന് ഇളക്കി കിട്ടും, താഴെ ഒന്നും വീഴാതെ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പാൻ യൂസ് ചെയ്തുകൊണ്ടാണ് താഴെയെല്ലാം പോകുന്നത്. അപ്പം നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ഒരു ബൗളിനകത്ത് വെച്ച് തണുക്കാൻ വയ്ക്കുക. കൂൾ ചെയ്തതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. കട്ടിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കേണ്ട. ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈസി ആയിട്ടൊന്ന് ഇളകി വരും. എന്നാൽ നമ്മൾ അടിപൊളി സൂപ്പറായിട്ടുള്ള കാരമലൈസ്ഡ് പോപ്കോൺ റെഡിയായി കഴിഞ്ഞു. മൂന്നാമത്തെ പോപ്കോൺ മസാല പോപ്കോൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മസാല പോപ്കോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ ബോൾ എടുത്തിട്ടുണ്ട്. ബോളിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ പാനാണ്. അപ്പം ഞാൻ ഇതിനകത്ത് 1 കപ്പ് പോപ്കോണിന് അനുസരിച്ചിട്ടാണ് ഞാൻ മെഷർമെൻറ്റ്സ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ഈ പെപ്പർ പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കുക. ഈ നാരങ്ങയും നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക്. ഇനി ഇതിൻ്റെ ഒപ്പം ആവശ്യമുള്ള ഉപ്പും കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പോപ്കോൺ ഇതിനകത്ത് ആഡ് ചെയ്ത് നല്ലോണം സ്പ്രെഡ് ചെയ്യാൻ. അപ്പം ഇനി നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പോപ്കോൺ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണിൽ പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിപൊളി മസാല പോപ്കോണും റെഡിയാവും. അപ്പോൾ 3 രീതിയിലുള്ള പോപ്കോണ്, കാരമലൈസ്ഡും ബട്ടർ സോൾട്ടഡും പിന്നെ മസാല പോപ്കോണും റെഡി ആയി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
ഇതെല്ലാം കൂടി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ വല്ല ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് നിങ്ങളെ കാണുന്നവരെ until then it's bye from Dhiya's World.